നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബംഗളൂരുവിൽ ദുരന്തമായി RCBയുടെ വിജയാഘോഷം. തിക്കിലും തിരക്കിലും പെട്ട് 11 മരണം. മരണസംഖ്യ ഉയരുന്നു. ദുരന്തത്തിലേക്ക് വഴിവെച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കും. അന്വേഷണ റിപ്പോർട്ടിന്മേൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി. ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി. ഇനി മത്സരം ഒറ്റയ്ക്ക്. കോൺഗ്രസും BJPയും തമ്മിൽ യഥാർത്ഥ സഖ്യമെന്നും ഗാന്ധി കുടുംബം ജയിലിൽ പോകാതെ നോക്കുന്നത് മോദിയെന്നും ആരോപണം. കോവിഡ് വ്യാപനത്തിൽ അനാവശ്യ ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ലക്ഷണങ്ങൾ പ്രകാരം പടരുന്നത് ഒമിക്രോൺ JN.1 LF വകഭേദങ്ങൾ. മുൻകരുതൽ പ്രധാനമെന്നും IMA. വാർത്തകൾ വിശദമായി. IPLൽ ചാമ്പ്യന്മാരായ RCB ടീമിന്റെ സ്വീകരണ പരിപാടിക്കിടെ വൻ ദുരന്തം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11ഓളം മരണം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. താരങ്ങളെ കാണാനായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആരാധക കൂട്ടം നിയന്ത്രാതീതമായി എത്തിയതാണ് അപകട കാരണം. ദേശീയപാത നിർമ്മാണത്തിലെ വിവാദങ്ങൾക്കിടെ ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത 66 നിർമ്മാണം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകി. പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദേശീയപാതയുടെ സ്ഥലമേറ്റെടുക്കലിനായി സംസ്ഥാനം ചെലവഴിച്ച തുക കേരളത്തിന്റെ കടമെടുക്കൽ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പരിഗണിക്കുമെന്ന് ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. NH തകർന്നതിൽ കേന്ദ്രമെടുത്ത നടപടികൾ മുഖ്യമന്ത്രിയോട് ഉദ്യോഗസ്ഥ സംഘം വിശദീകരിച്ചു. കൂരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിക്ക് പുറമെ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്, സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ KV തോമസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. കൂരിയാടിന്റെ തുടർച്ചയാണ് വലിയ പറമ്പിലേതും. പൊട്ടി വീണില്ല എന്നേ ഉള്ളുവെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കേരളമൊട്ടാകെ വിള്ളലുണ്ട്. റോഡ് പോകുന്ന എല്ലായിടത്തും ആശങ്കയുണ്ടെന്നും അശാസ്ത്രീയ ഡിസൈൻ ആണെന്ന് അവർ തന്നെ സമ്മതിച്ചതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നാഷണൽ ഹൈവേ റോഡ് ഇടിഞ്ഞ് താഴ്ന്ന താലപ്പാറ വലിയ പറമ്പിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിപ്പോൾ ഈ കൂരിയാടിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ വലിയറമ്പ്, തൊട്ടടുത്തല്ലേ. അപ്പോൾ അവിടെ പിന്നെ താന്ന് റോഡ് പൊട്ടി വീണു. ഇവിടെ പൊട്ടി വീണിട്ടില്ല, പക്ഷേ ഇവിടെ താന്നു. ഓവാലം ഇരുന്നിരിക്കുകയാണ്. ഓവാലം ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകളുടെ ഭയം പൊട്ടലിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് എന്നാണ്. ഇത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഭയമാണ് ആളുകൾക്ക്. ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇതെല്ലാം കൂടി ഇവിടെ തൊട്ടടുത്തൊക്കെ ഈ ആളും വീടും ഒക്കെ ഉള്ളതല്ലേ. ഈ ഓവാല ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ തറ ഇരുന്നു എന്നർത്ഥം. തറ ഇരുന്നാൽ പിന്നെ മേൽക്കൂര നിൽക്കുമോ? അപ്പോൾ ഇത് മൊത്തം ഇടിഞ്ഞു താഴെ വരുമോ എന്നുള്ള ഭയമാണ് ആളുകൾക്കുള്ളത്. ദേശീയപാത നിർമ്മാണത്തിൽ കോടികളുടെ അഴിമതിയെന്ന് VD സതീശൻ. അഴിമതിക്കെതിരെ പരാതിപ്പെടാൻ സംസ്ഥാന സർക്കാരിന് ധൈര്യമില്ലാത്തതെന്ത്? സർക്കാരിലെ ചിലർക്കും പങ്കുണ്ടെന്ന സൂചനയുണ്ട്. മലപ്പുറത്തെ മോശമായി ചിത്രീകരിച്ചത് മുഖ്യമന്ത്രി. പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്തവർ തീവ്രവാദികളെന്ന പ്രസ്താവനയിൽ വിജയരാഘവൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണ് പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പോൾ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം. 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. പാലം തകർന്നൊന്നും വീണില്ല. അതിൻ്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ, കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയേനെ. ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ
പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ അവർക്കിപ്പോ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് പരാതിയില്ല. ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യമെന്ന് പാർട്ടി പ്രസ്താവനയിൽ അറിയിച്ചു. അണിയറയിൽ യഥാർത്ഥ സഖ്യം കോൺഗ്രസും BJPയും തമ്മിലാണെന്നും മോദിക്ക് രാഷ്ട്രീയ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പറയൂവെന്നും പാർട്ടി വക്താവ് അനുരാഗ് ദണ്ഡ പറഞ്ഞു. ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്നും മോദി രക്ഷിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്കൂളുകൾ, ആശുപത്രികൾ, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ ഇരുകൂട്ടർക്കും താൽപ്പര്യമില്ല എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ അണിയറയിലെ ഈ സഖ്യം നാം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കുറിച്ചു. രാഹുൽ ഗാന്ധിയും മോദിയും പൊതുവേദികളിൽ പ്രതിയോഗികളായി പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ജാമ്യം നിൽക്കുകയാണ് ഇരുവരും എന്നതാണ് യഥാർത്ഥ സത്യം. കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം BJPയെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ BJP ഭരണം കോൺഗ്രസിന്റെ അഴിമതികളെ ഒളിപ്പിച്ചു നിർത്തുന്നു. അനുരാഗ് ദണ്ഡ പ്രസ്താവനയിൽ കുറിച്ചു. പ്രതിപക്ഷ പാർട്ടികൾക്ക് 240 സീറ്റുകൾ ഉറപ്പാക്കുന്നതിൽ ആം ആദ്മി പാർട്ടി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഒരു നിർണായക നേട്ടമാണെന്നും കുറിച്ചു. രാജ്യത്തിന് അനുകൂലമാകുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. M5 ന്യൂസ്, ഡൽഹി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറിനെ പിന്തുണയ്ക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി. ദേശീയ നേതൃത്വത്തിന്റേതാണ് തീരുമാനം. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലാത്തതിനാലാണ് തീരുമാനം. സ്വതന്ത്രനെ പിന്തുണയ്ക്കേണ്ടെന്ന് ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളെ അറിയിക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ രജിസ്റ്റർ ചെയ്ത സംസ്ഥാന പാർട്ടിയായതിനാലാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രിക നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. അതിനാൽ തന്നെ അൻവറിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിലമ്പൂരിൽ മത്സരിക്കാൻ കഴിയുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി PV അൻവർ കഴിഞ്ഞ ദിവസമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒരു കർഷകനും ഓട്ടോറിക്ഷ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത്. സാധാരണക്കാരുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചാണ് അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. പ്രകടനമായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത്. M5 ന്യൂസ്, മലപ്പുറം. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കടുപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ. ചതുഷ്കോണ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് വഴിക്കടവ് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തിയത്. ചുങ്കത്തറ, അമരമ്പലം പഞ്ചായത്തുകളിലാണ് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പര്യടനം. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തിയിട്ടുണ്ട്. അതേസമയം LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രചാരണം കൊഴുപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലേക്ക് എത്തുന്നുണ്ട്. 3 ദിവസം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്ന മുഖ്യമന്ത്രി 7 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. ജൂൺ 13, 14, 15 തീയതികളിലാണ് കൺവെൻഷൻ തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റി നടക്കുന്നതിനാൽ ഡൽഹിയിലുള്ള മുതിർന്ന നേതാക്കൾ 7-ാം തീയതിയോടെ മണ്ഡലത്തിലെത്തി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ചാർജ് നൽകിയിരിക്കുന്ന നേതാക്കൾ ഇതിനോടകം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ പര്യടനം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. BJPയുടെ മലപ്പുറം ജില്ലയിലെ നേതാക്കളും പ്രാദേശിക നേതാക്കളുടെയും നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസിനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആരോപണങ്ങളുമായാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവർ പ്രചാരണം സംഘടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെയും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെതിരെയും അൻവർ ആരോപണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. M5 ന്യൂസ്, മലപ്പുറം. PV അൻവറിന് വീണ്ടും ഹൈക്കോടതിയുടെ നോട്ടീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയെന്ന കേസിലാണ് അൻവറിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ്. ആദ്യ നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നോട്ടീസ് അയച്ചത്. സംസ്ഥാനത്തെ ഉന്നതരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന് സ്വയം വെളിപ്പെടുത്തലിലാണ് PV അൻവർ MLAക്കെതിരെ പോലീസ് കേസെടുത്തത്. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചെന്നും FIRലുണ്ട്. CPM സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കേസെടുത്തത്. കോട്ടയം നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പീലിയാക്കലിന്റെ പരാതിയിൽ കോട്ടയം കറുകച്ചാൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അൻവറിന്റെ വെളിപ്പെടുത്തൽ മറ്റുള്ളവരുടെ സ്വകാര്യ ലംഘനമെന്നായിരുന്നു പരാതി. പൊതുസംരക്ഷയെ ബാധിക്കുന്ന വിഷയത്തിൽ സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റും ഫോൺ വിവരങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ നിയമവിരുദ്ധമായി കടന്നുകയറി PV അൻവർ ചോർത്തുകയോ ചോർത്തിപ്പിക്കുകയോ ചെയ്തുവെന്നാണ് FIRൽ പറയുന്നത്.
ഇക്കാര്യം ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യമായി വെളിപ്പെടുത്തിയ പ്രതി പൊതുജനങ്ങൾക്കിടയിൽ പകയും ഭീതിയും ഉണ്ടാക്കി കലാപമുണ്ടാക്കാനും ശ്രമിച്ചുവെന്നും എഫ്ഐആറിലുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ 192 വകുപ്പ് പ്രകാരമാണ് കേസ്. M5 ന്യൂസ്, കൊച്ചി. നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് MB അബ്ദുൽ സമദ് സമദാനി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അമരമ്പലം പഞ്ചായത്ത് പര്യടനം തോട്ടേക്കാട് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിലമ്പൂരാകട്ടെ രാഷ്ട്രീയമായിട്ട് വളരെ പ്രബുദ്ധമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അല്ലാതെയും സ്വന്തമായ ഇടം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നിലമ്പൂർ. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള വലിയ രാഷ്ട്രീയ നേതാവിന്റെ പ്രവർത്തനങ്ങളിൽ ഇവിടെ നിന്നാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലേക്ക് ജനപിന്തുണയാൽ ഉയർന്ന് പടർന്ന് വികസിച്ച് പോയത് എന്നെല്ലാം നമുക്കറിയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടത് നിലമ്പൂരിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ തന്നെയാണെന്ന് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. ഇരു മുന്നണികളെയും മണ്ഡലത്തിൽ മാറി മാറി പരീക്ഷിച്ചിട്ടും മണ്ഡലത്തിൽ വികസനം എത്തിക്കാനോ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ സാധിച്ചിട്ടില്ല. മണ്ഡലത്തിൽ വികസനം എത്തണമെങ്കിൽ NDA പ്രതിനിധി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടണമെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അഭിപ്രായപ്പെട്ടു. വഞ്ചകനെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ. കുറേ ദിവസങ്ങളായി ഇടതുപക്ഷം വഞ്ചകനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച അൻവർ കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനും ഒറ്റുകാരനും കേരള മുഖ്യമന്ത്രിയാണെന്ന് കുറ്റപ്പെടുത്തി. സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവസാനം ആ വഞ്ചകൻ എന്ന ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ്. സത്യത്തിൽ അദ്ദേഹം വഞ്ചന നടത്തിയത് കേരളത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികളെയും സ്നേഹിക്കുന്ന VS അച്യുതാനന്ദനെയും വഞ്ചിച്ചുകൊണ്ടാണ്. ആ വഞ്ചനയുടെ ഫലമാണ് സത്യത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം പോലും. കോൺഗ്രസ് മലപ്പുറം ജില്ലയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായതുകൊണ്ടാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ. അസത്യം പ്രചരിപ്പിച്ച് വിവാദം സൃഷ്ടിക്കാനും അതിലൂടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയതരമാക്കാനുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നത്. ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് മുന പോയ ആയുധങ്ങൾ കൊണ്ട് യുദ്ധരംഗത്തേക്ക് വന്നിരിക്കുകയാണെന്നും വിജയരാഘവൻ പരിഹസിച്ചു. സർക്കാരിനും CPMനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാവർക്കർമാരോട് വീണ്ടും സർക്കാർ ക്രൂരത കാണിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആശാവർക്കർമാരുടെ ഓണറേറിയം ചുരുക്കിയെന്നും 7000 കിട്ടിയിരുന്നത് 3500 രൂപയാക്കിയെന്നും ആശാവർക്കർമാരെ പട്ടിണി കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ദേശീയപാത നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ക്രമക്കേടിന് ആരാണ് ഉത്തരവാദിയെന്നും സംസ്ഥാന സർക്കാരിന് പരാതിയില്ല എന്നും VD സതീശൻ പറഞ്ഞു. പാലാരിവട്ടം പാലം അഴിമതി ആരോപണം ഉന്നയിച്ചവർക്ക് ദേശീയപാത അഴിമതിയിൽ മൗനം. സംസ്ഥാന സർക്കാരിന് പങ്കുള്ളതുകൊണ്ടാണ് പരാതിയില്ലാത്തതെന്നും VD സതീശൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം സംഘപരിവാർ അജണ്ടയായിരുന്നു എന്ന PV അൻവറിന്റെ ആരോപണവും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. CPIM നേതാക്കൾ മലപ്പുറത്തെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളിലൂടെ അപമാനിച്ചുവെന്ന ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. CPIM നേതാവ് A വിജയരാഘവനും മലപ്പുറത്തെ അപമാനിച്ചു. മലപ്പുറത്തെ തീവ്രവാദികളുടെ നാടായി CPIM ചിത്രീകരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. BJP ഏതോ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുവെന്നും CPIMുമായി ഒത്തുകളിയാണ് എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. M5 ന്യൂസ്, മലപ്പുറം. ഹൈവേ നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള തെളിവുകൾ പുറത്തുവരികയാണ്. ഗുരുതരമായ എഞ്ചിനീയറിംഗ് പിഴവുകൾ, മണ്ണു പരിശോധന നടത്താതെ നിർമ്മിതികൾ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നം, ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി കേരളത്തിൽ വ്യാപകമായി മിക്കവാറും നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും
ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ഇപ്പോൾ കൂരിയാട് ഇനി റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപ ചെലവാക്കണം, 1 വർഷത്തിലേറെ സമയം മിനിമം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ? പാലാരിവട്ടം പാലം UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് വന്നു, ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന്. പാലം തകർന്നൊന്നും വീണില്ല. അതിൻ്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിലടയ്ക്കാൻ, കോടതിയില്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയേനെ. ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ, അവർക്കിപ്പോൾ ഈ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല. മുനമ്പം ഭൂമി തർക്കത്തിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. വഖഫ് ഭൂമിയാണെന്ന പറവൂർ കോടതിയിലെ ഉത്തരവുകൾ ട്രൈബ്യൂണൽ പരിശോധിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡിന്റെ ആവശ്യം അനുവദിച്ചാണ് കോടതി നിർദ്ദേശം. രേഖകൾ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം നേരത്തെ ട്രൈബ്യൂണൽ തള്ളിയിരുന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ 9ാം ക്ലാസ്സുകാരനെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ അടിവാരം കളക്കുന്നുമ്മൽ അജിൽ ഷാനാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിയുടെ തലയിലും കണ്ണിനും പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധന കർശനമായി നടത്തണമെന്ന് നിർദ്ദേശം. ആശുപത്രികൾക്കാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയത്. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN1 LF7 വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഗുരുതര രോഗമുള്ളവർ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഇറക്കിയ സർക്കുലറിൽ പറയുന്നു. രോഗമുള്ളവരെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണം. കോവിഡ് ലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തുന്നവരെ ആന്റിജൻ RT-PCR പരിശോധനകൾക്ക് വിധേയമാക്കണം. കേരളത്തിൽ കേസുകൾ കൂടുന്നതിനൊപ്പം മരണവും സംഭവിക്കുന്നുണ്ട്. ന്യൂമോണിയ അടക്കമുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് വൈറസ് ബാധ്യതയേറ്റാൽ ഗുരുതരമാകാനുള്ള സാഹചര്യമുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിഷയത്തിൽ വിശദമായി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ച മന്ത്രി സജി ചെറിയാൻ, റിപ്പോർട്ടിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി മുൻകൈയെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചെന്നും സജി ചെറിയാൻ പറഞ്ഞു. സിനിമാ നയം വരുന്നതും നിയമനിർമ്മാണം നടത്തുന്നതും അടുത്ത മാസം കോൺക്ലേവ് തീരുമാനിച്ചതുമെല്ലാം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഭാഗമാണ്. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ചില കമന്റുകൾ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികളെല്ലാം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം നടി പാർവതി തിരുവോത്ത് സമൂഹമാധ്യമത്തിലൂടെ ഹേമ കമ്മിറ്റി വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു നടിയുടെ പ്രതികരണം. കമ്മിറ്റി രൂപീകരിക്കാനിടയായ യഥാർത്ഥ കാരണങ്ങളിൽ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ എന്നായിരുന്നു പാർവതിയുടെ ചോദ്യം. അതേസമയം ഹേമ കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയവരാരും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് കാട്ടിയാണ് പോലീസ് കേസുകൾ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. മൊഴി ആവശ്യപ്പെട്ട് കോടതി വഴി പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. നോട്ടീസിനും മറുപടി നൽകിയില്ലെങ്കിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി ഈ മാസം അവസാനം കോടതിയിൽ അറിയിക്കും. എന്നാൽ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത കേസുകൾ തുടരാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. പാകിസ്ഥാനിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യം. ബുന്യാനുൻ മർസൂസ് സൈനിക നീക്കത്തെ സംബന്ധിച്ച് പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ രേഖയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വ്യോമസേനയും കരസേനയും നേരത്തെ ആക്രമണം നടത്തിയതായി രേഖയിൽ 7 സ്ഥലങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. പെഷവാർ, ജംഗ്, സിന്ധിയിലെ ഹൈദരാബാദ്, പഞ്ചാബിലെ ഗുജറാത്ത്, ബവൽ നഗർ, അറ്റോക്ചോർ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഉണ്ടായ സംഘർഷങ്ങളിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ വ്യോമസേനയുടെ വ്യോമശേഷിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചതായി റിപ്പോർട്ടുണ്ട്.
4 ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാന്റെ 6 യുദ്ധവിമാനങ്ങൾ, 2 പ്രധാനപ്പെട്ട നിരീക്ഷണ വിമാനങ്ങൾ, ഒരു C-130 ട്രാൻസ്പോർട്ട് വിമാനം, 30-ലധികം മിസൈലുകൾ, നിരവധി ആളില്ലാ വ്യോമാക്രമണ സംവിധാനങ്ങൾ എന്നിവ ഇന്ത്യൻ വ്യോമസേന നശിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ 26-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികളെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കമിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. അറബിക്കടലിൽ ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസ ധനസഹായവും സൗജന്യ റേഷനും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, എറണാകുളം ജില്ലകളിലെ 78,498 മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കാണ് സഹായം ലഭ്യമാക്കുക. 1000 രൂപയും 6 കിലോ അരിയും വീതമാണ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുക. ഇതിനായി 10,50,00,000 രൂപ സർക്കാർ അനുവദിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് തുക അനുവദിച്ചത്. മെയ് 24-നാണ് കൊച്ചി പുറംകടലിന് സമീപം MSC എൽസാത്രി കപ്പൽ അപകടത്തിൽപ്പെട്ടത്. അടുത്ത ദിവസം മുങ്ങുകയും ചെയ്തു. 640 കണ്ടെയ്നറുകളാണ് മുങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 13 എണ്ണത്തിൽ ഹാനികരമായ വസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമായിരുന്നു. ഇതിൽ 9ഓളം കണ്ടെയ്നറുകളാണ് കടലിൽ വീണത്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ശബരിമലയിൽ തീർത്ഥാടകർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ പമ്പ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവത്തിൽ ഉപേക്ഷിച്ച വസ്ത്രങ്ങൾ പമ്പയിൽ നിന്ന് ശേഖരിച്ചെന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയിൽ. പമ്പയിൽ നിന്ന് ശേഖരിച്ച വസ്ത്രമാലിന്യം 2 ദിവസത്തിനകം നീക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ഫോർട്ട് സ്കൂളിൽ പോക്സോ കേസ് പ്രതി സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ സ്കൂളിന് വീഴ്ച ഉണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ട്. സ്കൂളിൽ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് അധികൃതർ അറിഞ്ഞിരിക്കണമെന്നും അതിനാൽ സ്കൂൾ അധികൃതരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോനെതിരെ തെളിവില്ലെന്ന് പോലീസ് റിപ്പോർട്ട്. ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. ഏകദേശം 6 മാസം മുൻപാണ് നടി ബാലചന്ദ്രൻ മേനോനെതിരെ പരാതി നൽകിയത്. അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമാ സെറ്റിൽ വെച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി നൽകിയത്. പരാതിയിന്മേൽ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തി. പിന്നാലെ നടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസെടുക്കുകയും ചെയ്തു. പക്ഷേ അതിനിപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. M5 ന്യൂസ്, കൊച്ചി. IHRD പെൻഷൻ പ്രായപരിധി 58-ൽ നിന്നും 60-ആയി ഉയർത്തിയ വിഷയത്തിൽ പ്രതികരണവുമായി IHRD ഡയറക്ടർ VA അരുൺകുമാർ. അത്തരമൊരു സത്യവാങ്മൂലത്തെക്കുറിച്ച് താൻ അറിഞ്ഞിട്ടില്ലെന്നും കിംവദന്തികൾ താൻ ശ്രദ്ധിച്ചിട്ടില്ലെന്നും അരുൺകുമാർ വ്യക്തമാക്കി. അരുൺകുമാറിന് സർവീസിൽ തുടരാൻ വേണ്ടിയാണ് പ്രായപരിധി കൂട്ടിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗ്യതയില്ലാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ, സർക്കാർ സ്ഥാപനമല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? അതുകൊണ്ടാണ് ഞാൻ അതിനെ മിക്സ് ചെയ്യണ്ട എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ആർക്കും ഇരിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, ഇതെല്ലാം ഈ പറയുന്നതല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞു, എനിക്കറിയില്ല. മാഡം നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരെണ്ണം കൊടുത്തു, എനിക്കറിയില്ല. സത്യവാങ്മൂലം എന്ന് നിങ്ങൾ പറയുന്നത്, അങ്ങനെ സത്യവാങ്മൂലം ഉണ്ടോ എന്നും എനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വിഷയത്തെ പറ്റി അതൊരു ഒഫീഷ്യൽ മാറ്ററാണ്. ഞാൻ പറഞ്ഞില്ല, അത് ഔദ്യോഗികമായ ഒരു വിവരമാണ്. അതുകൊണ്ടാണ് എനിക്ക് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നതിന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് താങ്കൾക്ക് അറിയില്ലേ. എനിക്കെല്ലാം അങ്ങ് തുടർന്ന് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പാസ്സാക്കിയില്ലയോ എന്നുള്ള വിഷയം അത് തുറന്നു പറയുന്നതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിനനുസരിച്ചല്ലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് IHRDയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് പരിസ്ഥിതി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. IHRD വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്നാണ് ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകുക. വൃക്ഷങ്ങൾ വിതരണം ചെയ്യുകയും പ്ലാസ്റ്റിക് പ്രൊഡക്ഷനും നടക്കുമെന്ന് IHRD ഡയറക്ടർ VA അരുൺകുമാർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാളെ ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ IHRDയുടെ ആഭിമുഖ്യത്തിൽ
100ഓളം കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ നടത്തുകയാണ്. നമുക്കറിയാവുന്ന പോലെ ക്ലൈമറ്റ് പോളി ക്രൈസിസ്, അതായത് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ലോകമെമ്പാടും നമ്മുടെ നാട്ടിലടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയകളിൽ പുതിയ തലമുറ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, കരുതലുകൾ, എടുക്കേണ്ട നടപടികൾ അതെല്ലാം വിശദമാക്കുന്ന കുറേയേറെ പരിപാടികളാണ് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു അറിയിപ്പിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇനി കായികം. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം. സ്വപ്ന കിരീടത്തിൽ മുത്തമിട്ട് RCB. വിരാട് കോഹ്ലിയുടെ കരിയറിൽ ഒരു പൊൻകിരീടം കൂടി. 18 വർഷത്തെ കാത്തിരിപ്പിനിപ്പുറം ആ സമയം വന്നെത്തി. തന്റെ യുവത്വവും കരിയറും RCBക്കായി ത്യാഗം ചെയ്തതിന്റെ കഥ പറഞ്ഞ് വിരാട് കോഹ്ലി. ഓരോ സീസണിലും കിരീട വിജയത്തിനായി താൻ പരമാവധി ശ്രമിക്കാറുണ്ടെന്നും ഒടുവിൽ ആ നിമിഷം ആഗതമായത് തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. IPLൽ ബംഗളൂരുവിന്റെ വിജയം തന്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് നിൽക്കുന്നത്. മറ്റേത് ടീമിനൊപ്പം നിന്ന് വിജയം നേടുന്നതിനേക്കാൾ ബംഗളൂരുവിന്റെ കൈപിടിച്ച് കപ്പിൽ മുത്തമിട്ടതിന് ഒത്തിരി സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ഹൃദയവും ആത്മാവും RCB ആണെന്ന് പറഞ്ഞ് മത്സരശേഷം വികാരഭരിതനാവുകയായിരുന്നു അദ്ദേഹം. സ്പോർട്സ് ഡെസ്ക് M5 ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബംഗളൂരുവിൽ ദുരന്തമായി RCBയുടെ വിജയാഘോഷം. തിക്കിലും തിരക്കിലും പെട്ട് 11 മരണം. മരണസംഖ്യ ഉയരുന്നു. ദുരന്തത്തിലേക്ക് വഴിവെച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ച. മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കും. അന്വേഷണ റിപ്പോർട്ടിന്മേൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്നും കേന്ദ്രമന്ത്രി. ഇന്ത്യ സഖ്യം വിട്ട് ആം ആദ്മി പാർട്ടി. ഇനി മത്സരം ഒറ്റയ്ക്ക്. കോൺഗ്രസും BJPയും തമ്മിൽ യഥാർത്ഥ സഖ്യമെന്നും ഗാന്ധി കുടുംബം ജയിലിൽ പോകാതെ നോക്കുന്നത് മോദിയെന്നും ആരോപണം. കോവിഡ് വ്യാപനത്തിൽ അനാവശ്യ ആശങ്ക വേണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ലക്ഷണങ്ങൾ പ്രകാരം പടരുന്നത് ഒമിക്രോൺ JN1 LF വകഭേദങ്ങൾ. മുൻകരുതൽ പ്രധാനമെന്നും IMA. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.